നമ്മള് ഇന്നലെ ഈ ബ്രോയുടെ കൂടെ ജസ്റ്റ് Hey, hi. I'm so happy, Yaskar, to meet you. Whatever I have done for you, I love to do. Keep growing and keep moving, keep traveling, and see you somewhere in India. Take care. Thank you, bro. നമുക്ക് ഇന്നലെ കിടക്കാൻ വേണ്ടി ഒരു സ്പേസ് എന്നത് ആളാണ് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇന്നലെ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകി ഒരു 8 മണിയാക്കി. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മീറ്റ് ചെയ്തതാണ് ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞ് ആളുടെ വീടുണ്ട്, അവിടെ വേണമെങ്കിൽ കിടക്കാം എന്ന് പറഞ്ഞ ആൾ കൊണ്ടുപോയി. ഭയങ്കര ഹാപ്പിയാണ്. ആൾ ഭക്ഷണമൊക്കെ മേടിച്ചു തന്ന്. അപ്പോൾ ഞങ്ങളപ്പോൾ ഇപ്പോൾ ഇറങ്ങണേ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി. നമ്മുടെ സൈക്കിൾ ഇവിടെ ഒരു ഫ്ലാറ്റിൻ്റെ അടിയിൽ പാർക്കിങ്ങിലാണ് വെച്ചേക്കണം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോണേ. നമ്മുടെ സൈക്കിൾ പാർക്ക് ചെയ്തേക്കണ അത് ഫ്ലാറ്റിൻ്റെ അടിയിലെ പാർക്കിങ്ങിലാണ് കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആളോട് യാത്രയൊക്കെ പറഞ്ഞ് ആൾ നമുക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നാറേ. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടല്ലേ, ഏകദേശം ഒരു മഞ്ഞ് ഇതായ പോലെ, മഞ്ഞ് വന്നേക്കണ പോലെയുള്ള ഒരു ഫീലാണ് കേട്ടോ. അതായത് ഒരു കോടയൊക്കെ പോലെയാണ് അന്തരീക്ഷം കാണുന്നത്. കാരണം രാവിലെ ഭയങ്കര തണുപ്പാണ്. ഞാൻ 6 മണിയായപ്പോൾ എണീച്ചതാണ്. ഭയങ്കര തണുപ്പാർന്നിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആളോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പത്താംകോട്ട് റൂട്ട് പോകണേണ്. പത്താംകോട്ട് ജമ്മു ആ റൂട്ട് പോകണേണ്. അപ്പോൾ ഏകദേശം അത്യാവശ്യം ദൂരമുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇതാണ് റോഡ്. അങ്ങനെ നമ്മൾ ജമ്മുവിലേക്ക് പോണ റൂട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മലയാളിനെ കണ്ട്. ഹായ് ബ്രോ. ഹായ്, എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ലതാണ്. ആളെ ഞാൻ രാവിലെ ഇവിടുന്ന് കണ്ടേക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആളെ ഇവിടെ പിടിച്ച് ഇവിടെ കൊടുക്കുകയാണ് ചായ കൊടുക്കാൻ വേണ്ടി. ചായയൊക്കെ പിന്നെ എവിടെയാ? നാട്ടിലെവിടെയാണ്? മലപ്പുറം വളാഞ്ചേരി. വളാഞ്ചേരിക്കാരനാണ്. കണ്ടതിലും വളരെ സന്തോഷം. ഹായ് ഹായ് ഭയ്യ. ഇത് നമ്മുടെ സുഹൃത്താണ്. നാം ക്യാ ആപ്കാ? ജോബൻപടി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ പോണ വഴിക്ക് ആള് ഹോൺ അടിച്ച് വിളിച്ചാൽ. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെയുള്ള ആരിങ്ങനെ എപ്പോഴും ഹോൺ അടിക്കണോണ്ടേ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ ആള് പുറകെ വന്ന് സംസാരിച്ചപ്പോഴാണ് മലയാളിയാന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വന്ന് ചായ കുടിച്ച് വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആളിവിടെ വന്നിട്ട് കുറേ നാളായെന്ന് പറയാം. ഏകദേശം ഇത്ര നാളായി ബ്രോ? ഞാൻ ട്രിപ്പ് വന്നായിരുന്നു. ട്രിപ്പ് വന്നിട്ട് ഇവരായിട്ട് കമ്പനിയായി. അങ്ങനെ ഇപ്പോൾ എനിക്കവിടെ വർക്ക് പിന്നെ കുറവായപ്പോ ഞാൻ ഇവരിന്നെ അങ്ങോട്ട് വിളിച്ചെഴുതിയ. അപ്പൊ ഇവിടെ ഇതൊക്കെ സെറ്റ് ആക്കുക, എന്നിട്ട് അടുത്തത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടോ. അടുത്തേക്ക് വേണ്ട, ആള് കുറച്ച് സീനാണ്. അപ്പൊ ആള് ഇവിടെ സെറ്റ് ഒരു കട ഒരു ദാബ് പോലെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ എന്തായാലും നടക്കട്ടെ. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം. അങ്ങനെ നമുക്കിത് ഇവിടെ നമ്മളെ ആള് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടായത് തന്നെ ഉണ്ടാ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ചപ്പാത്തി അല്ലേ ഇവിടെ? സാധാരണ ചെറുതല്ലേ അതിനെ? നമുക്ക് വലുതാക്കി ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ അങ്ങ് പോകുന്നു. കാരണം നമ്മൾ അവിടെ കുറേ നേരം സംസാരിച്ച് ആളെ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് ഭയങ്കര നല്ല ഇതായിരുന്നു കേട്ടോ. ആള് മലപ്പുറത്ത് നിന്നാണ് ആളുടെ വീട്, വളാഞ്ചേരിക്കാരനാണ്. അപ്പോൾ ആള് ഇതേപോലെ കേരള ടു കാശ്മീർ റൈഡ്, അതായത് ബൈക്കിനാണ് ആൾ റൈഡ് ചെയ്തത് ലഡാക്ക് വരെ. അപ്പോൾ ആള് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരു സ്ഥലം, ഒരു ധാബയായിരുന്നു അത്. അപ്പോൾ അവിടുത്തെ ഒരു ബൈയായിട്ട് പരിചയപ്പെട്ട് അവർ നല്ല രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആള് പിന്നീട് ഇവിടെ വന്ന് ഇവിടെ നിന്നതാണ്. ആള് പിന്നെ പറയാൻ കുറേ സ്റ്റോറി ഉണ്ട്.
ഞാനങ്ങനെ ആളോട് സംസാരിച്ചും നല്ല നല്ല എക്സ്പീരിയൻസും കുറേയൊക്കെ നമ്മൾ അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത്, പിന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു മലയാളീനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്, കാരണം അത് ഇവിടെ പോയാലും നമുക്ക് അങ്ങനെ തന്നെയാണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നേരെ പത്താംകോട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ജമ്മു റൂട്ട് പോകാൻ. അപ്പോൾ എപ്പോൾ എത്തുമെന്ന് അറിയില്ല, പോകാൻ കുറേ ദൂരമുണ്ട്. ഇതാണ്ട റൂട്ട്, അല്ലേ ഇതാണ്ട റൂട്ട് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പോണ വഴി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് പോകാം നമുക്ക്. അങ്ങനെ ഇനി ഏകദേശം ജമ്മുവിലേക്ക് നമുക്ക് 140 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താംകോട്ട് പിടിക്കുക എന്നാണ് പ്ലാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇരുത്തി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ റോഡാ ഇത് കണ്ടില്ലേ. പിന്നെ നല്ല തണുപ്പ് ഉണ്ട് കേട്ടോ, കാരണം ഇപ്പം ഏകദേശം ഒരു 4 മണി തൊട്ട് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ പത്താംകോട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 40 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ ഇന്ന് എത്താൻ പറ്റുമെങ്കിൽ പത്താംകോട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമ്മൾ ജമ്മു റൂട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോകണമെങ്കിൽ ഏതൊരു ഗുരുദ്വാര ഉണ്ടെന്നാണ് കേട്ടത്, അറിയില്ല, ഞാൻ നോക്കില്ല. മാപ്പ് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഗുരുദ്വാര സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ ഫുഡും താമസവും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും പോകണമെങ്കിൽ നോക്കാം. പിന്നെ നമ്മുടെ സൈക്കിളിൽ ഇരിക്കണം നോക്കിയേ, കൊടിയൊക്കെ ഒന്ന് സെറ്റാ പറക്കുന്നുണ്ട്. സൈക്കിളിന് ഇതുവരെയും ഒരു കുഴപ്പമില്ല. ബാക്കിലാക്കി ആര്യറിന് എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അറിയില്ല. എന്തായാലും മുന്നോട്ട് പോകണേ. ഇവിടെ ഇനി റെഡിയാക്കാൻ നിൽക്കാൻ ചാൻസ് ഇല്ല. ക്യാരിയർ സ്ട്രോങ് ആണ്, പക്ഷേ അതിൽ ചെറിയ ഒരു പാർട്ടുണ്ട്, നമ്മുടെ ഈ അലൂമിനിയത്തിൻ്റെ ചെറിയൊരു പീസ് അടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ പ്രശ്നമുണ്ട്, ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും സ്ട്രോങ് ആണ് ക്യാരിയർ. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ പോണവഴിക്ക് ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ടെന്നാണ് നമ്മളോട് 2-3 പേര് പറഞ്ഞത്. എന്തായാലും ഞാൻ മാപ്പിട്ട് നോക്കിയപ്പോൾ പോണ വഴിക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോണ വഴിക്ക് കയറാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് കയറാം. ഇത് കണ്ടില്ലേ റൂട്ട്. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും എന്നറിയില്ല, നല്ല തണുപ്പായിരിക്കും തോന്നണത്.